നമസ്കാരം. പ്രണവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ മന്ത്രനിവാരണം, മന്ത്രത്തിന് വൈബ്രേഷൻസ് ഉണ്ടോ, ഇതിനെക്കുറിച്ചുള്ള ചർച്ചയാണ് ചെയ്തത്. അതിൻ്റെ കൂടുതൽ പ്രസക്തമായ ഭാഗങ്ങളിലേക്ക് നമുക്ക് വെളിച്ചം വിതറുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ പ്രശസ്ത ജ്യോതിഷാചാര്യൻ ശ്രീ KV സുഭാഷ് തന്ത്രി സാറിനെ ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ക്ഷണിച്ചുകൊള്ളുകയാണ്. നമസ്കാരം സാർ. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞതിൻ്റെ ബാക്കി ചർച്ചാ വിഷയമാക്കാനായിട്ട് സാർ. അപ്പോൾ ഇതേപോലെ തന്നെ മന്ത്രപ്രയോഗ രഹസ്യം, മന്ത്രങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പോൾ കൂടുതൽ ചർച്ച നടന്നു നിൽക്കുന്ന ഒരു കാര്യം, നമ്മൾ മുമ്പ് ഒരു കാര്യം പറഞ്ഞിരുന്നു, ഈ ഗായത്രി മന്ത്രം ഏറ്റവും ഉന്നത കുലത്തിൽ നിൽക്കുന്ന സ്ത്രീകൾക്ക് ജപിക്കാൻ പാടില്ല എന്നുള്ളത് നിഷിദ്ധമായൊരു മന്ത്രമാണ്. അപ്പോൾ ഈ മന്ത്രം തന്നെ, ഈ ഗായത്രി ഇത്ര ഒരു ജപിച്ചു കഴിഞ്ഞാൽ എല്ലാ കാര്യം സാധിക്കും, അങ്ങനെ ധരിച്ചു വെച്ചായിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഗായത്രി മന്ത്രം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായൊരു ഗായത്രി മന്ത്രം മാത്രമേ ഉള്ളൂ. ഓം ഭൂർഭുവസ്വ, അത് തന്നെയാണ് പൂർണ്ണമായ ഗായത്രി. ഇപ്പോൾ എല്ലാ ദേവീദേവന്മാർക്കും ഗായത്രി വന്നിട്ടുണ്ട്. വിഷ്ണു ഗായത്രി ഉണ്ട്, ശിവഗായത്രി ഉണ്ട്, അങ്ങനെ എല്ലാത്തിനും ഗായത്രി വന്നിരിക്കുക. അതൊക്കെ ഈ അടുത്ത് വന്ന ഗായത്രികളാണ്. അപ്പോൾ ഇതിനെ തന്നെ ഞങ്ങളുടെ ഗുരുനാഥൻ ക്ലാസ്സിൽ ഒരു കോമഡി പറയുമായിരുന്നു. ഓം ഓട്ടോറിക്ഷായ വിത്മഹേ ഡീസലായ ധീമഹി തന്നോ ഓട്ടോറിക്ഷ പ്രചോദയാത്. ഇങ്ങനെ അങ്ങ് ജപിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിൽ ഓട്ടോറിക്ഷ വന്ന് നിൽക്കും. 300 രൂപ ജപിച്ചാൽ മതി. അപ്പോൾ അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ വക മന്ത്രങ്ങളെല്ലാം, അതായത് നമ്മളീ പറയുന്ന ഗായത്രി മന്ത്രവും പ്രണവ മന്ത്രമാണ് ഗായത്രി എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഇതെല്ലാം ജപിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം സാധിക്കും എന്ന് പറയുന്നതെല്ലാം ഒരു മൂഢവിശ്വാസമാണ്. അതായത് നമുക്ക് നെഗറ്റീവ് എനർജികൾ പിന്നിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിനെല്ലാം മാറ്റിയാൽ മാത്രമേ ഈ നമ്മളുടെ ജീവിതം പുരോഗതിയിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത് പലർക്കും മന്ത്രങ്ങളും മന്ത്രപ്രയോഗങ്ങളും യഥാർത്ഥമായിട്ട് അറിയില്ലാത്തത് കൊണ്ട് സംഭവിക്കുന്ന അബദ്ധങ്ങളാണ്. ഇതിൽ തന്നെ ഇപ്പോൾ ഡിപ്രഷനൊക്കെ വരുമ്പോൾ ചിലർക്ക് ഭയങ്കര ടെൻഷനാന്ന് പറയും. അപ്പോൾ നമ്മൾ അവരോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അർജുനൻ്റെ 10 നാമങ്ങളുണ്ട്. ഓം നമോ ഭഗവതേ ഓം, അർജുനൻ ഫൽഗുനൻ പാർത്ഥൻ വിജയനും വിസ്തൃതമായവർ പിന്നെ കിരീടിയും ശ്വേതാശ്വനും ധനഞ്ജയൻ ജിഷ്ണുവും ഭീതീകരം സവ്യ സാജീവ്യഹത്സ്യവും 10 നാമങ്ങളും ഭക്ത്യാഭജിക്കിൽ നിത്യഭയങ്ങൾ അകന്നുപോകും നിശ്ചയം രാമനാരായണ. അപ്പോൾ ഈ മന്ത്രം ഒരു 3 പ്രാവശ്യം ജപിക്കുകയാണെങ്കിൽ നമുക്ക് എത്ര ടെൻഷനുള്ള ആളായിരുന്നാലും അന്നത്തെ ദിവസം ടെൻഷൻ ഉണ്ടാവില്ല. അതായത് 3 പ്രാവശ്യം ജപിച്ചിട്ട് ഫലിക്കുന്നില്ല, 9 പ്രാവശ്യം ജപിച്ചാൽ മതി. അന്നത്തെ ദിവസം നമുക്ക് ടെൻഷൻ ഉണ്ടാവില്ല. നിങ്ങൾ ഒരു ആചാര്യൻ്റെ പിന്നാലെയും പോയി തലകുത്തി നിൽക്കേണ്ട കാര്യമില്ല. കാരണം ഇതെല്ലാം നമ്മളുടെ പൂർവികത്തിൽ എല്ലാ മനുഷ്യരിലേക്കും പാസ് ചെയ്യാൻ വേണ്ടിയാണ് മഹർഷിമാർ തയ്യാർ ചെയ്ത് കൊടുത്തത്. പക്ഷേ ഇടയിൽ നിന്നവർ ഇതെല്ലാം പിടിച്ചു വെച്ചിട്ട് അവർക്ക് മാത്രം സുഖം, മറ്റുള്ളവരെല്ലാം കഴുതകളാക്കി. അങ്ങനെ ആ ഒരു അടിമത്തമായിരുന്നു, ആ ഒരു കാലഘട്ടമായിരുന്നു. അപ്പോൾ ഇന്ന് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ആ ഒരു കാലഘട്ടം മാറിക്കഴിഞ്ഞപ്പോൾ ഈ റോളെല്ലാം സന്യാസിമാരെ ഏറ്റെടുത്തതാണ്. അവരാണ് ഇതെല്ലാം. അപ്പോൾ ജനത്തിൻ്റെ വിചാരം സന്യാസിമാരുടെ പിന്നാലെ പോയി കഴിഞ്ഞാൽ നമുക്കെല്ലാം സാധിച്ചു കിട്ടും. അപ്പോൾ ജനം മുഴുവൻ സന്യാസിമാരുടെ പിന്നാലെയാണ്. അപ്പോൾ ഇതിനകത്ത് തന്നെ സന്യാസി എന്നാൽ ആരാണ്, അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അപ്പോഴാണ് നമുക്ക് ഈ സന്യാസത്തിൻ്റെ പൂർണ്ണതയിലെത്താൻ പറ്റുള്ളൂ. അതായത് സംന്യാസി എന്നാണ് ചില പത്രങ്ങളിലൊക്കെ, ചില പത്രമാധ്യമങ്ങളിൽ അടിച്ചു വരുന്നത് സംന്യാസി എന്നാണ്. സംന്യാസി ശ്രേഷ്ഠൻ. അപ്പോൾ ആ വാക്ക് തന്നെ തെറ്റാണ്. സംന്യാസി എന്ന് പറഞ്ഞാൽ സം എന്നാൽ ഇല്ല എന്നർത്ഥം. സംന്യാസി എന്ന് പറഞ്ഞാൽ അതിന് അർഹത ഇല്ലാത്തവൻ എന്നാണ് അവരടിക്കുന്നത്. ശരിക്കുള്ള സന്യാസി എന്ന് പറഞ്ഞാൽ സർവസംഘ പരിത്യാഗിയാണ്. അതിന് സം പാടില്ല, സന്യാസിയാണ്. സന്യാസി ആയാൽ മാത്രമേ സർവസംഘ പരിത്യാഗിയാവുള്ളൂ. അതായത് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതം പരിത്യജിച്ചവൻ ആരോ അവനാണ് ശരിക്കുള്ള സന്യാസി. അപ്പം ഇന്ന് കാണുന്ന സന്യാസിമാരെല്ലാം കോർപ്പറേറ്റ് സന്യാസിമാരാണ്. അപ്പം നമ്മളത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം ജനം മുഴുവൻ ഈ കോർപ്പറേറ്റ് സന്യാസിമാരുടെ പിന്നാലെയാണ്. കാരണം അവർ 2 കൈയും വെച്ചിട്ട് ഇങ്ങനെ ഓ എന്ന് പറയുമ്പോൾ നമ്മൾ രക്ഷപ്പെട്ട് കഴിഞ്ഞു. പിന്നെ അവിടെ വീണ് കഴിഞ്ഞു കിടക്കാണ്. കളക്ടറായാലും ശരി, DGP ആയാലും ശരി, ആരാണെങ്കിലും അത്രയും അതാണ് ഇവർ അഡിക്റ്റ് ആയി കഴിഞ്ഞിരിക്കുക. അപ്പം ഇത് തന്നെ സന്യാസിയുടെ മീനിങ് ഉണ്ട്. അതായത് അഹിംസ സത്യഹസ്തേയ. അഹിംസ സത്യഹസ്തേയ എന്ന് പറഞ്ഞാൽ കൈ 2ഉം സത്യമായിരിക്കണം. അറിഞ്ഞുകൊണ്ട് കൊല്ലരുത്. ഒരു ജീവിയെ പോലും അറിഞ്ഞുകൊണ്ട് കൊല്ലാൻ പാടില്ല. ഇപ്പം അറിയാതെ ആണെങ്കിൽ ഉറുമ്പിനെ ചവിട്ടി കൊന്നു, അതറിയാതെ. അറിഞ്ഞുകൊണ്ട് ഒരു കാരണവശാലും സന്യാസി ഉറുമ്പിനെ പോലും കൊല്ലാൻ പാടില്ല. അതാണ് അഹിംസ സത്യഹസ്തേയ. ബ്രഹ്മചര്യ അസംഗ്രഹ. അതായത് ബ്രഹ്മചാരിയാണെന്നുള്ള വിചാരം എപ്പോഴും മനസ്സിൻ്റെ അകത്ത് ഉണ്ടായിരിക്കണം. അതായത് ഈ സന്യാസി എന്ന് പറയുന്ന ആൾ എപ്പോഴും അയാളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഉണ്ടായിരിക്കണം, ഞാനൊരു ബ്രഹ്മചാരിയാണ്, അതായത് ദേവതയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരാളാണ്. ആ ഒരു ചിന്തയിൽ മാത്രമേ ഈ പറഞ്ഞ സന്യാസി ശ്രേഷ്ഠൻ ജീവിക്കാൻ പാടുള്ളൂ. പിന്നെ ശരീരശ്രമ ആസ്വാദനം എന്ന് പറഞ്ഞാൽ ശരീരം കൊണ്ടുള്ള ഒരു ചേഷ്ടകളിലും
സന്യാസി ആകർഷണാവാൻ പാടില്ല. അതായത് മിമിക്രിയും കോമഡിയും ഒന്നും കണ്ടൊന്നും പുള്ളി ചിരിക്കാൻ പാടില്ല എന്നർത്ഥം. ആ സന്യാസിയാണ്. പിന്നെ അതേപോലെ സർവധർമ്മീ സമാനത്വ, സന്യാസിമാര് മറ്റുള്ള മതങ്ങളെയൊന്നും കുറ്റം പറയാൻ പാടില്ല. സർവധർമ്മീ സമാനത്വ, എല്ലാ മതങ്ങളെയും ആദരവോടെ ഒന്നായി കാണാനുള്ള കഴിവുള്ളവൻ ആരോ അവനാണ് യഥാർത്ഥ സന്യാസി. അതാണ് സന്യാസി മീനിങ് വേണ്ടത്. പിന്നെ ഇതേപോലെ തന്നെ സ്വദേശി സ്പർശഭാവന, സ്വന്തം മാതൃരാജ്യത്തോട് എപ്പോഴും കൂറുണ്ടായിരിക്കണം. അതേപോലെ നമ്രതയെ ദൃഢനിശ്ചയെ, നമ്രതയെ ദൃഢനിശ്ചയം എന്ന് പറഞ്ഞാൽ തല കുനിച്ച് ആരുടെ മുമ്പിലും തൊഴുവാൻ പാടില്ല. സന്യാസി തൊഴുവരുന്നല്ല, അതായത് നേരെ നിന്നേ തൊഴുവാൻ പാടുള്ളൂ. തല കുനിച്ച് തൊഴുവരുത്, അത് സന്യാസി ആവില്ല. ദേവന്റെ മുമ്പിലാണെങ്കിൽ പോലും സന്യാസി ശ്രേഷ്ഠൻ തല കുനിക്കില്ല, നേരെ നിന്ന് തൊഴുവാൻ പാടുള്ളൂ. ഹി ഏകാദശി സേവാദി, മാസത്തിൽ 2 ഏകാദശി എങ്കിലും പട്ടിണി കിടക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങളുള്ളവനാണ് ശരിക്കും പരിപൂർണ സന്യാസി. അപ്പൊ പലർക്കും ഈ സന്യാസി എന്ന് പറയുമ്പോൾ തന്നെ ഈ സന്യാസികൾ എന്ന് പറഞ്ഞാൽ പോലും ഇത് എന്താണെന്ന് പോലും അറിയില്ലാത്തവരാണ് ഇന്നത്തെ സന്യാസി സമൂഹം. നമ്മളവരെ കുറ്റം പറയുന്നതല്ല, ഇത് സംഭവിക്കുന്നൊരു കാര്യമാണ്. അപ്പൊ ജനം വിചാരിക്കേണ്ട ഒരു കാര്യം, പണ്ട് കാലത്തെ സന്യാസി ശ്രേഷ്ഠന്മാരെല്ലാം ജനസേവനത്തിന് വേണ്ടിയുള്ളവരായിരുന്നു. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ദുർവാസാവിന് മാല പാരിതോഷികമായിട്ട് കിട്ടിക്കഴിഞ്ഞപ്പോൾ ആ മാല ദേവേന്ദ്രന് കൊടുത്തു. ദേവേന്ദ്രൻ ആ മാല, തനിക്ക് കിട്ടിയ മാല ഐരാവതത്തിൻ്റെ പുറത്തിട്ടു. ഭാരം കൂടുതലുള്ളതുകൊണ്ട് പുറത്തിട്ട് കഴിഞ്ഞപ്പോൾ തേനീച്ചകൾ ആകർഷിച്ചു വന്ന്, അതിൻ്റെ മണം പരിമളം കൊണ്ട് തേനീച്ച ആകർഷിച്ചു വന്ന്, അങ്ങനെ ഈ ആനയ്ക്ക് തേനീച്ചയുടെ കുത്തേറ്റ് പരവശപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഈ മാല നിലത്തിട്ട് ചവിട്ടുന്ന സമയത്താണ് വീണ്ടും ദുർവാസാവ് തിരിച്ചു വരുമ്പോൾ തൻ കൊടുത്ത ഹാരം ഇത്രയും നികൃഷ്ടമായിട്ട് തൻ്റെ മുമ്പിൽ തന്നെ ഇന്ദ്രൻ കാണിച്ചല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ദേവേന്ദ്രനെ ദുർവാസാവ് ശപിക്കുന്നത്. അങ്ങനെയാണ് ജരാനര ബാധിക്കുന്നത് ദേവന്മാർക്ക്. അപ്പോൾ സന്യാസി എന്ന് പറഞ്ഞാൽ അതായത് തനിക്ക് കിട്ടുന്നത് എന്താണോ അത് മറ്റുള്ളവർക്ക് ദാനം ചെയ്യുക, അതാണ് സന്യാസിമാർ. അതേപോലെ തൻ്റെ ജീവനെ കരുതി സന്യാസിക്ക് ഒരു ഭയം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, പല സന്യാസിമാരും ഓരോ പ്രശ്നങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ ഞങ്ങളെ രക്ഷിക്കണം ആദ്യം എന്ന് പറഞ്ഞൊക്കെ മുറവിളി കൂട്ടിയ ഒരു കാലഘട്ടമൊക്കെ നമ്മുടെ ഈ സമീപകാലത്തൊക്കെ കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം സംഭവിക്കുന്നത് അത് ഏത് കുലത്തിലായാലും ഏത് മതത്തിലായാലും സന്യാസിമാരെന്ന് പറഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ പൊതുജനങ്ങളുടെ സ്വത്താണ് സന്യാസിമാർ. ഈ പൊതുജനങ്ങൾക്ക് ഗുണകരമായ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി നിൽക്കേണ്ട സമൂഹം. ഒരു കണക്കിന് അറിവില്ലായ്മയും ഭയവും കൊണ്ട് ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിൽ ഇന്ന് ഒരുപാട് പ്രശ്നങ്ങളിൽ ചെന്ന് ചാടുന്നു. അതാണ് പറഞ്ഞത്, നമ്മളവർ മന്ത്രം പറഞ്ഞല്ലോ, ഈ ഭയമൊക്കെ ഉള്ളതുകൊണ്ട് ടെൻഷൻ വരുന്നതുകൊണ്ട് പലരുടെ പിന്നാലെ പോകുമ്പോൾ അതിനാണ് പൂർവികാചാര്യന്മാർ ഈ പറഞ്ഞ അർജുനപ്പത്ത് എന്ന് പറഞ്ഞ മന്ത്രം നമ്മൾ 3 പ്രാവശ്യമോ 9 പ്രാവശ്യമോ ജപിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവന് ഭയമില്ല. നമ്മൾ കുട്ടികളൊക്കെ ഉറങ്ങാൻ വേണ്ടി രാത്രി അത് നമ്മളുടെ ഒരു ധാരണയാണ്. കുട്ടികൾക്ക് ഉറങ്ങാൻ മാത്രമല്ല ആർക്കും. അതായത് പല പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും ഈ നരസിംഹത്തിന്റെ മന്ത്രം എഴുതി കൊടുക്കുന്നുണ്ട് ധൈര്യം കിട്ടാൻ. ശരിക്കും ഞാൻ പറയുകയാണെങ്കിൽ ആർക്ക് വേണമെങ്കിലും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാവുന്ന ഒരു മന്ത്രമാണ് ഈ അർജുനപ്പത്ത്. അത് കുട്ടികൾക്കല്ല, നിത്യഭയങ്ങൾ അകന്നു പോകും. നിത്യഭയം ആർക്ക് വേണമെങ്കിലും, നിത്യഭയം ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ. അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ അടുത്ത് നമ്മുടെ പ്രോഗ്രാം യൂട്യൂബിൽ കണ്ടിട്ട് ഒരു സിനിമാ നടനും ഭാര്യയും കൂടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ പ്രശ്നം എന്ന് വെച്ചാൽ എപ്പോഴും അവർ തമ്മിൽ വഴക്കും പ്രശ്നങ്ങളാണ്. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ ഒരുപാട് സ്ഥലത്തൊക്കെ പോയിട്ട് ഓരോ സാധനങ്ങൾ കൊണ്ടൊക്കെ കെട്ടി തൂക്കിയിട്ടു, ഈ പോസിറ്റീവ് എനർജി വരാൻ വേണ്ടിയിട്ട്. ബെഡ്റൂമിൽ കെട്ടി തൂക്കിയിട്ടു, ബാത്റൂമിൽ കെട്ടി തൂക്കിയിട്ടു, എല്ലായിടത്തും. പിന്നെ പ്രാവിനെ വെച്ചു. ഇതുകൊണ്ടൊന്നും യാതൊരു കാര്യമില്ല. അപ്പോൾ ഇവർ നമ്മളുടെ അടുത്ത് വന്നു കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു ഇന്ന മാതിരിയാണ് സംഭവം, നെഗറ്റീവ്സ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ സംഗതി എല്ലാം ഓക്കെ ആവും, അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ അഭിവൃദ്ധിയും കാര്യം വരുമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ എത്രയും പെട്ടെന്ന് തന്നെ പൂജയും പരിഹാരത്തിനും വന്നു. അതെല്ലാം കഴിഞ്ഞു പോയി. അവർ തമ്മിലുള്ള അടിപിടിയും കാര്യം എല്ലാം മാറി. അവർക്ക് ഭർത്താവിന് മാത്രമേ സിനിമയിൽ അഭിനയിക്കേണ്ടായുള്ളൂ, അപ്പോൾ ഭാര്യയ്ക്കും കൂടി റോളായി. അപ്പോൾ അവരതിലൊക്കെ വളരെ ഹാപ്പിയാണ്. അപ്പോൾ അന്ന് അവർ നമ്മളോട് ആവശ്യപ്പെട്ടു, ഈ ഭാര്യ പറഞ്ഞു എനിക്കിങ്ങനെ ആദ്യമായിട്ട് ക്യാമറയുടെ മുമ്പിലൊക്കെ നിൽക്കുമ്പോൾ ഒരു ഭയമുണ്ട്, അപ്പോൾ ഈ ഭയം ഇല്ലാതിരിക്കുന്നതിന് സാറിൻ്റെ മന്ത്രം പ്രോഗ്രാമിൽ പറയുന്നത് കേട്ടിട്ടുണ്ട്, അതൊന്ന് എഴുതി തരുമെന്ന് പറഞ്ഞു. അങ്ങനെ എഴുതി കൊടുത്തു. അപ്പോൾ അവർ പറഞ്ഞതാണ് ആ ഒരു സമയത്ത് ക്യാമറയുടെ മുമ്പിൽ എത്തുമ്പോൾ ഒരു ഭയമുണ്ട്. ഈ ഭയം ഇല്ലാതിരിക്കുന്നതിന് തീർച്ചയായിട്ടും ഈ ഭയം എന്നല്ല, നമുക്ക് ഏതൊരു പ്രമുഖ വ്യക്തിയുടെ അടുത്തോ അല്ലെങ്കിൽ ഒരു സാധാരണക്കാർക്ക് ഒരു പോലീസ് സ്റ്റേഷൻ കയറുമ്പോഴൊക്കെയാണ് ഭയം. അങ്ങനെ വരുന്ന സമയത്ത് അല്ലെങ്കിൽ കുട്ടികൾക്ക് സാറിന് അടിക്കും എന്നുള്ളൊരു പേടിയുണ്ടെങ്കിൽ ആ സമയത്ത് ഏത് സമയത്തായാലും ഈ മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ധൈര്യം വരും. അപ്പോൾ ധൈര്യം വന്നു കഴിയുമ്പോൾ സാറടിക്കണത് അടിക്കും, സാറടിക്കാതെ ഇരിക്കില്ല, പക്ഷേ കുട്ടിക്ക് ഭയം ഉണ്ടാവില്ല. അതേപോലെ തന്നെയാണ്. അപ്പം നമുക്ക് എന്താണോ സംഭവിക്കാൻ പോകുന്നത് അതിനെ തടയില്ല, പക്ഷെ അതിനെ അഭിമുഖീകരിക്കാനുള്ള ധൈര്യം നമുക്കുണ്ടാവും. അതുപോലെ ഇപ്പോൾ എല്ലാം ഈ ഓൺലൈൻ വഴി ആയതുകൊണ്ട് ഈ ലക്ഷ്മി കുബേര മന്ത്രം ഓൺലൈനായിട്ട് വരുന്ന ഒരു ഇത് പ്രവണത ഇപ്പം എൻ്റെ തന്നെ അറിയുന്ന 3-4 പേർക്ക് കണ്ടുവരുന്നു.
അപ്പോൾ അത് എത്രത്തോളം അതെല്ലാം വെറുതെ ശുദ്ധ ഒരുപാട് തട്ടിപ്പാണ്. ആളുകൾ അതിൽ അല്ല, അതിന്റെ കാരണം മനുഷ്യന് മനസ്സമാധാനം ഇല്ലാണ്ട് ഓടിക്കൊണ്ടിരിക്കുക. പിന്നെ ഇതിന്റെ ഒരു സംഭവം എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ പൂജാപരിഹാരമൊക്കെ ചെയ്തത് മാറും എന്ന് പറയുമ്പോൾ ആളുകൾക്കുള്ള ഒരു സംഭവം എന്ന് വെച്ചാൽ പൂജ പരിഹാരം എന്ന് പറഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ട് പരിപാടി തീരാണ്. അതേ സമയത്ത് ഈ പറഞ്ഞ ശംഖോ കല്ലോ കട്ടയോ പുല്ലൊക്കെ വാങ്ങിച്ചു എന്ന് വെച്ചാൽ ഇത് എന്നും നമ്മുടെ വീട്ടിലുണ്ടാവും. അതായത് കിട്ടിയത് തട്ടിപ്പാണെങ്കിൽ പോലും നമ്മുടെ മുമ്പിൽ സാധനം എപ്പോഴും ഇരിപ്പുണ്ടാവും. പൂജ കഴിയുന്നവർ ഒറ്റ ദിവസം കൊണ്ട് അത് കഴിഞ്ഞു, പിന്നീട് വീണ്ടും പൂജ ഇല്ലല്ലോ. അപ്പൊ ഈ ഇത് തന്നെ ചിലര് മറ്റേ ജന്മനക്ഷത്ര കല്ലൊക്കെ ഇട്ട് വെച്ച് വരാറുണ്ട്. അപ്പോൾ പൂജയ്ക്ക് വന്നപ്പോൾ ഒരു പാർട്ടി വന്നപ്പോൾ 1,40,000 രൂപയുടെ കല്ലാണ് അദ്ദേഹം ധരിച്ചത്. അപ്പം ഞാൻ ചോദിച്ചു ഇതുകൊണ്ട് വല്ല ഗുണം ഉണ്ടായെന്ന് ചോദിച്ചു. ഒരു ഗുണം ഉണ്ടായില്ല. അപ്പോൾ പിന്നെ എന്താന്ന് ചോദിച്ചു. അല്ല, ഒരുത്തർ പറഞ്ഞു, ഒരു ജ്യോത്സ്യം പറഞ്ഞു ഇത് ഇട്ടാൽ രക്ഷപ്പെടും എന്ന് പറഞ്ഞു, അങ്ങനെ ഇട്ടതാണ്. അപ്പം മനസ്സിലായില്ലേ എന്ന് ചോദിച്ചു. ഒരു ഗുണമില്ല, ഇല്ല, മനസ്സിലായി. പിന്നെ അയാളുടെ ഒരു ആത്മവിശ്വാസം, 1,40,000 രൂപ എൻ്റെ കയ്യിലുണ്ട്. കാരണം കല്ല് കയ്യിലുണ്ടല്ലോ. മറ്റേ പൂജയും കാര്യമാണെങ്കിൽ അത് തീർന്നു പോയി. എന്നാൽ ഞാൻ ചോദിച്ചു ഈ കല്ല് തിരിച്ചു കൊടുത്താൽ അതിനെ തിരിച്ചു കിട്ടുമെന്ന് വെച്ചു. ഒന്നും കിട്ടില്ല. അപ്പോൾ പിന്നെ കല്ലിനെന്താ സത്യമാണ്? അപ്പോൾ നമ്മൾ പല കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. പരസ്യങ്ങളിൽ ഒരുപാട് കാണിക്കുന്നുണ്ട്. ഈ വലംപിരി ശംഖുണ്ട്, ഇടംപിരി ശംഖുണ്ട്, എല്ലാ ശംഖുണ്ട്. അത് നിങ്ങൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കുക. വലംപിരി ശംഖ് എന്ന് പറയുന്ന സാധനം ഒറിജിനലാണെങ്കിൽ എനിക്ക് കിട്ടിയാൽ ഞാൻ ആർക്കും കൊടുക്കില്ല. അത് എൻ്റെ വീട്ടിൽ വെച്ചാൽ മതി. ഞാൻ ഇത് വിൽക്കാണ്ട് തന്നെ രക്ഷപ്പെടും. അപ്പോൾ വലംപിരി ശംഖ് എന്ന് പറയുന്ന സാധനം മോൾഡാണ്. ഇത് ചെയ്തു വരുന്നൊരു സാധനമാണ്. അതിന് നല്ല രീതിയിൽ കിട്ടുന്നൊരു വലംപിരി ശംഖാണെങ്കിൽ ഒരു 3 ലക്ഷം രൂപയെങ്കിലും കൊടുക്കേണ്ടി വരും. അങ്ങനെ അത് കിട്ടുന്നവന് ആർക്കും കൊടുക്കില്ല. അപ്പം അങ്ങനെ ഒരു കാര്യം കൂടി ഇതിനകത്ത് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ആളുകൾ ഇതൊക്കെ ചെറിയ ചെറിയ എമൗണ്ട് മുടക്കുന്നതുകൊണ്ട് തീർച്ചയായിട്ടും രക്ഷപ്പെടും എന്നുള്ളൊരു ധാരണയിലാണ് ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം. വലിയ പ്രഗത്ഭ വ്യക്തികളൊക്കെ വന്നിട്ട് പരസ്യം ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സാധാ ജനം അതിനകത്ത് പെട്ടുപോകും. ഇത്രയും നേരം നമ്മളോടൊപ്പം നമുക്കുണ്ടായ സംശയങ്ങളെല്ലാം ദൂരീകരിക്കാൻ വേണ്ടി ശ്രമിച്ച് അത് വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന സാറിനൊരു നന്ദി ആദ്യമേ ഞാൻ പറയട്ടെ. അടുത്തൊരു പ്രശ്നപരിഹാര നിവാരണവുമായി അടുത്ത എപ്പിസോഡ് കാണുന്നതുവരേക്കും നമസ്കാരം.